ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടെ അവളുടെ ഓഫീസ് വരെ നമുക്കൊന്ന് പോണം. അതെന്തിനാ? ഒന്ന് കണ്ടിരിക്കാലോ. അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. അതൊന്നും പറ്റില്ല കേട്ടോ. തങ്ക അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതാ നല്ലത്. ഞാൻ പോയാൽ എന്താ കുഴപ്പം? പോകുന്ന നവീന്റെ വീട്ടിലേക്കാ. അവിടെ പലതരം പരീക്ഷണങ്ങളുണ്ടാവും. ഒരു പിഴവ് പോലും വന്നു പോരുത്. അല്ല, ഈ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? വേഷം മാറി ചെല്ലുന്നതാണെന്ന് അവർക്കറിയില്ലല്ലോ. പിന്നെന്തിനാ പരീക്ഷിക്കുന്നേ? വേഷം മാറി ചെല്ലുന്നതിന്റെ കാര്യാ പറഞ്ഞത്. അവരിവിടെ വന്നപ്പോ നീ കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങളൊന്നും അവിടെ ചെന്ന് ആവർത്തിക്കരുതെന്ന് മനസ്സിലായോ? ഓ, എത്തിയോ? സി, നവീന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്തൊക്കെയാ നീ തീരുമാനിച്ചിട്ടുള്ളത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനമൊന്നുമില്ല. എനിക്ക് പോണൊന്നുമില്ല. അവിടെ ചെന്നാലേ മമ്മിയുടെ അടുത്ത് തന്നെ നിന്നോണം. നവീനോട് തനിച്ച് സംസാരിക്കാൻ നീ പോവരുത്. നവീന്റെ ദേഹത്ത് നിന്റെ ഒരു വിരല് പോലും തുടരുത്. നവീൻ ചിലപ്പോ നവീന്റെ റൂമിലേക്കൊക്കെ ക്ഷണിക്കും. അങ്ങോട്ട് പോവണ്ട, മനസ്സിലായോ? ആ, ഇങ്ങനെയുള്ളവരാ സംശയരോഗികളായിട്ട് മാറുന്നത്. ഇതിപ്പോ കല്യാണം കഴിച്ചിട്ട് അയാളുടെ കൂടെ പോയാലും വലിയ പ്രശ്നമായിരിക്കുമല്ലോ. വിവാഹം കഴിഞ്ഞേ നവീന്റെ കൂടെ പോകുന്നത് ഞാനാ, ഗാഥ ശ്രീനിവാസ്, അല്ലാതെ നീ അല്ലടി. നീ നിന്റെ നാട്ടിലായിരുന്നല്ലോ. അതെ. അവിടെ തോട്ടുവെള്ളത്തിൽ പോയി കിടന്നതിന്റെയും കൾച്ചർ ഇല്ലാത്ത ആളുകളുടെ കൂടെ പഴകിയതിന്റെയും ഹാങ് ഓവർ കിടക്കുന്നുണ്ടാവും. അതൊക്കെ മാറ്റിട്ട് മതി പോകുന്നത്. അതെ, എന്റെ നാട്ടിൽ പോകുന്നത് എന്റെ ആൾക്കാരെ കാണുന്നതും അത്ര വലിയ പ്രശ്നമാണെങ്കിലേ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോണമെന്നില്ല. നീ ഈ സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ? ഗാഥ മോള് കാര്യങ്ങൾ പറയും. അവൾ പറയുന്നതെല്ലാം അനുസരിക്കണം. സിനി, കൊണ്ടുചെന്ന് റെഡിയാക്ക. ചെല്ല്. കൃഷ്ണ വരും. മമ്മി, അവളുടെ അഹങ്കാരം കണ്ടോ? അവള് ചിലപ്പോ കളരിക്കൽ പോയിട്ട് ഇത് കൊളാക്കുന്ന എനിക്ക് തോന്നുന്നേ. ഇല്ല മോളെ, അങ്ങനെ എന്തെങ്കിലും അവളുടെ ഭാഗത്തുനിന്നുണ്ടായാല് അവൾക്ക് പ്രിയപ്പെട്ടതൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മോക്ക് വേണ്ടി മമ്മി അവളെ സഹിച്ചോളാം. പക്ഷെ മോളെ ദ്രോഹിച്ചാലേ മമ്മി ഒരിക്കലും സഹിക്കില്ല. കഴിക്കാത്തെ? ഇഷ്ടപ്പെടാനിട്ടാ? അല്ല മോളെ. പിന്നെന്താ കഴിക്കാത്തെ? ആന്റി തനിച്ചാ കഴിക്കോ അതോ കൃഷ്ണേച്ചി വരുത്തരോ? അതെന്തിനാ കൃഷ്ണേച്ചി വരുത്തരുന്നേ? അമ്മ ഇടക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോ അമ്മയ്ക്ക് ഞാൻ വാരി കൊടുക്കുമല്ലോ. നീ ആന്റിയെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ലേ? ആന്റി കഴിച്ചിട്ടില്ല, ദേ നോക്കിയേ. വേണമെങ്കിൽ എനിക്ക് വാരിത്തരാന്ന് പറയായിരുന്നു ആള്. തങ്കേച്ചി എന്താ കഴിക്കാത്തെ? കുഴപ്പമൊന്നുമില്ല. ഗോപാല, ഓഫീസ് കണ്ടിട്ടുണ്ടോ? ഏത് ഓഫീസ്? കൃഷ്ണമോള് ജോലി ചെയ്യുന്ന ഓഫീസ്. ഓ, അതോ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ഓഫീസാണോ? പിന്നെ നല്ല ഗമണ്ടൻ ഒരു ഓഫീസല്ലേ. അങ്ങനെ ഒരു സ്ഥലത്ത് ജോലി കിട്ടിയത് തന്നെ കൃഷ്ണയുടെ ഭാഗ്യമല്ലേ. ഓ, എന്താ സൗകര്യങ്ങള്! കണ്ടാൽ തന്നെ നമുക്ക് കൊതിയാവും അല്ലേ സുനന്ദ? സുനന്ദ കണ്ടിട്ടുണ്ടോ അവള് ജോലി ചെയ്യുന്ന സ്ഥലം? ഏയ് ഇല്ല. അത് പിന്നെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ കൃഷ്ണ വന്ന് ഞങ്ങളോട് രണ്ടുപേരോടാ പറയുന്നത്. കൃഷ്ണേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതാണ് ഇപ്പൊ വലിയ കാര്യം. തങ്ങിച്ചി ഒന്ന് വാരി കഴിച്ചേ. കഴിക്കും. എന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടെ അവളുടെ ഓഫീസ് വരെ നമുക്കൊന്ന് പോണം. അതെന്തിനാ? ഒന്ന് കണ്ടിരിക്കാലോ. അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. അതൊന്നും പറ്റില്ല കേട്ടോ. തങ്ക അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതാ നല്ലത്. ഞാൻ പോയാൽ എന്താ കുഴപ്പം?
മക്കള് ജോലി ചെയ്യുന്നിടത്ത് അവരുടെ അച്ഛനമ്മമാര് പോകാറില്ലേ? അത് ശരി തങ്കേച്ചി, തങ്കേച്ചിയുടെ ക്ഷീണം മാറിയിട്ട് കൃഷ്ണമോളോട് ചോദിച്ചിട്ട് നമുക്ക് ഒരു ദിവസം പോവാം. അങ്ങനെ ചെയ്യാം, അല്ലേ ഗോപാല? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ലെങ്കിലും മക്കള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകാൻ അച്ഛനമ്മമാർക്ക് എന്താ തടസ്സം? പോവാല്ലോ. ചെന്നിട്ട് എല്ലാവരോടും സംസാരിക്കാനൊന്നുമല്ലേ, കൂട്ടത്തില് മനുഷ്യപ്പറ്റുള്ള ഒരാളോട് അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഏൽപ്പിക്കണം. അവൾ ഒരു വിഷമോ ആരോടും പറയില്ല. അതുകൊണ്ട് എല്ലാവരെയും പോലെ അവളെന്നാവും അവരെയും കരുതുക. എല്ലാം ഒന്ന് പറഞ്ഞ് ഏർപ്പാടാക്കണം. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? വളരെ നീറ്റായിട്ട് വേണം പെരുമാറാനായിട്ട്. ഗാഥമോളുടെ പ്രൗഢി നഷ്ടപ്പെടുന്ന ഒരു കാര്യവും നിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? ആ ശരി മാഡം. ഇറങ്ങ്. ഇതെന്താ അമ്മയും മോളും വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നേ? ഒന്നുമില്ല സുമിത്രേ, ഇവിടെ ആദ്യമായിട്ട് വരികയാണല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്ന് കണ്ട്. അതിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അതെ, ആ അപകടത്തിന് ശേഷം ഗാഥാമാടത്തിന് മാറ്റങ്ങളുണ്ടെന്നറിയാം. എന്നാലും ഇത്ര ഒതുക്കം വേണോ നവീൻ സാറേ? അല്ല, ഗാഥാമാടം എന്ന് വെച്ചാ അതിനൊരു രീതി ഉണ്ടല്ലോ. എനിക്ക് മാറിയ ഈ രീതി ഇഷ്ടം, അത് ഗാഥയ്ക്കറിയാം. ഓ, ആ ഇതെന്താ സ്വീകരണവും സംസാരമൊക്കെ പുറത്തുനിന്നാക്കാന്ന് വെച്ചത്? അവരിപ്പോ വന്നതേ ഉള്ളൂ. ഇന്ന് ഗാഥമോളെ കാണുമ്പോ വല്ലാത്ത സൗന്ദര്യം കൂടി പോലെ ഉണ്ടല്ലോ. അവസാനിക്കാൻ പോവില്ലേ? ആളെ കത്തിക്കോട്ടെ. ഗാഥമോളെ, വലതുകാലം വെച്ച് കയറിക്കോ. നവീന്റെ വധുവായി വരുന്ന പെൺകുട്ടി ആ വീടിന്റെ പടി ചവിട്ടുന്ന നിമിഷം അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങും.